Hello everyone, welcome back to my channel. This is Venma. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ml ന്റെ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് അളന്നെടുക്കണം. ഇതിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 കപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് 2 കപ്പ് എടുക്കുന്നുള്ളതുകൊണ്ട് ഈ കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം ഞാൻ എടുക്കും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് അളന്നൊഴിച്ചു. രണ്ടാമത്തെ കപ്പ് വെള്ളവും അളന്നൊഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കപ്പിന് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇതിന് തന്നെ അളന്നെടുത്ത്. നിങ്ങൾ ഏത് കപ്പാണോ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് മാവ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം എടുക്കാൻ. ഞാനിപ്പോൾ 2 കപ്പ് മാവ് എടുത്തുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം വെള്ളം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പ് വെള്ളത്തിനേക്കാൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം. അപ്പോൾ മാത്രമാണ് മാവിലേക്ക് ഇത് ചേർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് ഞാൻ ടേസ്റ്റ് നോക്കി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാവിട്ട് കൊടുക്കുവാണേ. 2 കപ്പ് ഇടിയപ്പപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മാവിലൊഴിച്ചിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് അതിലൊരു പകുതി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. മുഴുവനോട് ഒന്നിച്ചൊഴിക്കേണ്ട, മിക്സ് ചെയ്ത് എടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഇടിയപ്പ റെസിപ്പിയാണിത്. ഇത് നമ്മൾ ആ ഓയിൽ ആ തിളച്ച വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഓയിലൊക്കെ ഇട്ട് ഒഴിക്കത്തില്ലേ, അവിടെയാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴയ്ക്കുന്ന പോലെ റൗണ്ടിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഞാനൊരു അപ്പച്ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ കുറച്ചൊരു കാൽഭാഗം വരെ ഇല്ല അത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇടിയപ്പത്തിന് തട്ടിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് ആവിയിൽ വേകണം. നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുക്കാം. ഇതാ നമ്മുടെ സോഫ്റ്റ് ഇടിയപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്.
സൂപ്പറായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കട്ടെ, ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കല്ലേ. നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്നോടൊന്ന് പറ എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ടാറ്റാ.